ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ഇമ്പൾസ് സീലർ, നിങ്ങൾ കണ്ടിരിക്കുക ഇതുപോലുള്ള ഇമ്പൾസ് സീലേഴ്സ് ചില മിക്ക കമ്പനികളും ഫുഡ് പ്രോഡക്ട്സ് കമ്പനികളൊക്കെ സീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം മെഷീനുകൾ നിസ്സാര കംപ്ലൈൻറ്റ് വരുമ്പോൾ തന്നെ മിക്ക ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇത് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. നിസ്സാര വർക്ക് കൊണ്ട് നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം, ഇത് സീലിംഗ് ആവാതിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇത് ഓപ്പൺ ആക്കി നോക്കുക. ഇതിൻ്റെ കവർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉൾവശം. ഇവിടെ ഒരു മൈക്രോ സ്വിച്ച് ഉണ്ട്. ഈ മൈക്രോ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ബീപ്പ് സൗണ്ടും ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഹീറ്റാവുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെയുള്ള ഈ ലിവർ അത് ബെൻഡായി പോയതാണ്. അത് ബെൻഡൊന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ആക്കി കൊടുക്കുക. മൈക്രോ സ്വിച്ച് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്ന് ബെൻഡാക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ടച്ച് ആവുന്ന രീതിയിൽ ആ മൈക്രോ സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ ഒന്ന് ബെൻഡാക്കി കൊടുത്താൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ, നൗ ഇറ്റ് ഈസ് വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഇനി കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മറ്റൊരു പ്രശ്നം, ഇനി അഥവാ ഇതിലെ മൈക്രോ സ്വിച്ചിലേക്ക് കറണ്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വയർ എവിടെയെങ്കിലും കട്ടായിട്ടുണ്ടാവും. അതൊന്ന് ടെസ്റ്റ് വെച്ച് ഈ വയറിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഈ മൈക്രോ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത ഭാഗത്ത് ടെസ്റ്റ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലേക്ക് പവർ വരുന്നുണ്ട്. ഓക്കെ, ഇനി അഥവാ പവർ വരുന്നുണ്ട് എന്നിട്ടും ബീപ്പ് സൗണ്ടും ഹീറ്റിംഗ് എലമെൻറ്റ് ചൂടാവാതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൈക്രോ സ്വിച്ച് ചെക്ക് ചെയ്യുക. അത് ഇത് വർക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇതിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം ഇതിന് വരാറുള്ളത്, സീലിംഗ് അൺഈവൻ ആയിട്ട് വരും. ഇപ്പോൾ ഇത് ഓക്കെ, ഇത് നല്ല സീലിംഗ് ആണ്. ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് സീലിംഗ് പെർഫെക്റ്റ് ആണ്. ചില സമയത്ത് ഈ സീലിംഗ് അൺഈവൻ ആയിട്ട് വരും. ഒരു ഭാഗം സീൽ ചെയ്യും, ചില ഭാഗങ്ങൾ സീലിംഗ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലിവർ ചിലപ്പോൾ ഇളകി പോയിട്ടുണ്ടാവും, സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയി കളിക്കും. അത് ഫിക്സ് ചെയ്യണം. അത് ഫിക്സ് ചെയ്യാണ് ഇവിടെ ഈ ഭാഗത്ത് 2 നട്ടുണ്ട്. ആ നട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഫിക്സ് ആവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ആ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 2-3 കുറച്ച് പ്രശ്നങ്ങളെ ഇത് കാര്യമായിട്ട് വരുള്ളൂ. നിസ്സാരമായ പ്രശ്നങ്ങൾ. ഇത് ദീർഘകാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഇമ്പൾസ് സീലർ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അത് റിപ്പയർ ചെയ്ത് കൊടുത്താൽ. ഓക്കെ.